രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 23-ാമത്തെ അധ്യായത്തിലെ വന്ദന ശ്ലോകങ്ങളാണ്. 129-ാമത്തെ എപ്പിസോഡാണ്. എല്ലാ തിങ്കളാഴ്ചയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ രാധയും കണ്ണൻ്റെ രാധ, കണ്ണൻ്റെ സർവസ്വവുമായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. എല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾക്ക് അഷ്ടപതിയുടെ ക്ലാസ് കിട്ടുന്നതാണ്. എല്ലാ വെള്ളിയാഴ്ചയും സൗന്ദര്യ ലഹരിയുടെ ക്ലാസ് കിട്ടുന്നതാണ്. അതുകൂടാതെ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് ഉടനെ തന്നെ നമ്മൾ ആരംഭിക്കുന്നതാണ്. എന്ന് മാത്രവുമല്ല, ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടവർക്ക്, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ചിലർക്ക് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുണ്ട്. അവർക്ക് കൊല്ലത്ത് വന്നാൽ മതി. ദൂരെയുള്ളവർക്ക് പെൺകുട്ടികൾക്കുൾപ്പെടെ ഹോസ്റ്റൽ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമില്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നതാണ് എൻ്റെ ഒരു രീതി. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. നിങ്ങളത് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഉണ്ട്. പിന്നെ എന്നും രാവിലെ മോർണിംഗ് മെസ്സേജ് 5:30 മണിക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി തുടങ്ങാൻ രാധികാ കവചൻ 2 എണ്ണം കൊണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ കണക്ക് തന്നെ രാധ സഹസ്രനാമമുണ്ട്, പിന്നെ രാധ മാനസതന്ത്രമുണ്ട്. അത് സഹസ്രനാമത്തിന് തുല്യമായതാണ്. അതൊക്കെ നിങ്ങൾ കേൾക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. ഇന്നത്തെ അഷ്ടപതി നമുക്ക് പാടിത്തരുന്നത് മറ്റാരുമല്ല, നമ്മുടെ വീഡിയോയൊക്കെ എഡിറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മളെ അത്യധികം സഹായിക്കുന്ന
നമ്മുടെ ലണ്ടനിലുള്ള ആശയാണ് ഇന്നത് പാടിത്തരുന്നത്. ആശ രാധേ രാധേ ചാനലിന് ഒരു വലിയ ഉപകാരിയാണ്. അതായത് ആശയുടെ കാര്യം എടുത്തു പറയേണ്ടത് രാധാ സഹസ്രനാമത്തിലാണ്. രാധാ സഹസ്രനാമം കൊടുത്താൽ ആ സഹസ്രനാമം ഒരു വീഡിയോയിൽ എഴുതണമെങ്കിൽ എന്തുമാത്രം സമയമെടുക്കുമെന്ന് നമുക്കറിയാം. അതും ആശ ജോലിയും കൂലിയും ഇല്ലാത്ത ആളല്ല, നല്ല ജോലിയുള്ള ആളാണ്. ആ ജോലി തിരക്കിനിടയിൽ ഇരുന്നു കൊണ്ടാണ് ഈ രാധാ സഹസ്രനാമം മുഴുവനും നമുക്ക് എഴുതി തരുന്നത് എന്ന് മാത്രവുമല്ല, രാധാ സഹസ്രനാമം 2 ഉണ്ട്. ഇത് 2ഉം നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. പിന്നെ രാധാറാണിയോടുള്ള ഭക്തി അത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ സ്റ്റാറ്റസ് ആയിട്ട് എൻ്റെ വീഡിയോയിൽ ഇത് ഇടാറുണ്ട്. അപ്പോൾ അത് വാട്സപ്പ് സ്റ്റാറ്റസിനനുസരിച്ച് എനിക്ക് മുറിച്ചു തരുന്നത് ആശയാണ്. അപ്പോൾ എന്തുകൊണ്ടും വലിയ ഉപകാരിയാണ് ആശ. ആ ആശ അതിമനോഹരമായി ഹൃദയത്തിൽ തട്ടിയത് പാടുകയാണ്. അതെനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ആശ അഷ്ടപതി പാടുന്നത് ഹൃദയത്തിൽ തട്ടി തന്നെ ആയിരിക്കും. അപ്പോൾ എന്ന് മാത്രവുമല്ല, ഒരു കാര്യവും കൂടെ പറയാം. ഇന്ന് വ്യാഴാഴ്ച, ഇന്നലെ ആശയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആശയെ ഒരു ദിവസം താമസിച്ച്, ഇന്നലെ നമ്മൾ ബർത്ത്ഡേ ആശംസ നേർന്നിട്ടുണ്ടെങ്കിലും ഒരു ദിവസം താമസിച്ചു പോയി എങ്കിലും ആശയെ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ആശയ്ക്ക് എല്ലാവിധ ജന്മദിനാശംസകളും. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനുള്ള ഭാഗ്യം നമ്മുടെ ആശയ്ക്ക് ലഭിക്കട്ടെ. ആശ ഇതാ പാടാൻ പോകുന്നു. ഇത് ജന്മദിനമായിട്ട് ആശ രാധാറാണിയുടെയും ശ്രീകൃഷ്ണന്റെയും പാദങ്ങളിൽ വെക്കുന്ന അർച്ചനയായി കരുതിക്കൊള്ളൂ. കേട്ടുകൊള്ളൂ ആശ പാടുന്നത്. പ്രത്യൂഹ പുളകാങ്കുരേണ നിബിഡാശ്ലേഷേ നിമേഷേണ ച ക്രീഡാകൂത വിലോകനേ അധര സുധാപാനേ കഥാനർമ്മഭീ ആനന്ദാദി ഗമേന മന്മഥകലായുദ്ധേ അഭി യസ്മിന്നഭൂതുദ്ഭൂത സതയോ സ്വരൂപ ലളിതാരംഭ പ്രിയം ഭാവുക. അപ്പോൾ രാധേ രാധേ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ആശ അത് പാടിത്തന്നത് കേട്ടല്ലോ. ആശ ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ. നോക്കിക്കോണം. പ്രത്യൂഹ പുളകാങ്കുരേണ നിബിഡാശ്ലേഷ നിമിഷേണ ച ക്രീഡാകൂത വിലോകനേ അധര സുധാപാനേ കഥാനർമ്മഭി ആനന്ദാദിഗമേന മന്മഥകലായുദ്ധേ അപി അഭൂദ്ഭൂത സദയോ സ്വരൂപ ലളിതാരംഭ പ്രിയം ഭാവുക. അർത്ഥം എഴുതിക്കോ. പ്രത്യൂഹം അർത്ഥം തടസ്സം. പ്രത്യൂഹം തടസ്സം. പുളകാങ്കുരേണ അർത്ഥം രോമാഞ്ചം കൊണ്ട്. പുളകാങ്കുരേണ രോമാഞ്ചം കൊണ്ട്. നിബിഡാശ്ലേഷ നിമേഷേണ അർത്ഥം ഗാഠമായ ആലിംഗനത്തിൽ. മലയാളത്തിൽ പറഞ്ഞാൽ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട്. ക്രീഡാകൂത വിലോകനെ രതി ക്രീഡാരസം നിറഞ്ഞ. അർത്ഥം രതി ക്രീഡാരസം നിറഞ്ഞ. അധര സുധാപാനെ ചുണ്ടുകളിലെ അമൃത് കുടിച്ചു. അതാണ് അധര സുധാപാനെ, ചുണ്ടുകളിലെ അമൃത് കുടിച്ചു. കഥാനർമ്മഭിഹി അർത്ഥം തമാശ കലർന്ന സംഭാഷണം അല്ലെങ്കിൽ നർമ്മം നിറഞ്ഞ സംഭാഷണം കൊണ്ടും. ആനന്ദാദിഗമനേ ഗമേന പരമാനന്ദം പൂണ്ടും. മന്മഥൻ അർത്ഥം കാമദേവൻ. സ്വരൂപ ലളിതാരംഭം എന്ന് പറഞ്ഞാൽ സ്വഭാവ ലളിതമായ സ്വാഭാവികമായ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രതിക്രീഡാ സമയത്ത് രോമാഞ്ചമുണ്ടായി കൃഷ്ണനും രാധാറാണിക്കും. അവരുടെ രോമകൂപങ്ങൾ അങ്ങനെ കൂർത്തു വന്നു. അങ്ങനെ രോമകൂപങ്ങൾ കൂർത്തിരിക്കുന്നത് കൊണ്ട് ഇറുക്കി കെട്ടിപ്പിടിക്കാൻ വലിയ പാട് കൊണ്ടു കയറുന്നു. പിന്നെയോ കൃഷ്ണന്റെയും രാധയുടെയും കണ്ണുകൾ പ്രണയത്താൽ ഇങ്ങനെ ഇമവെട്ടുകയാണ്.
അതുകൊണ്ട് ക്രീഡാരസത്തോടെയുള്ള നോട്ടം പറ്റുന്നില്ല. ശൃംഗാര രസത്തിൽ കൃഷ്ണനെ നോക്കാൻ പറ്റുന്നില്ല. കാരണം പ്രണയാധിക്യത്താൽ ഇമകൾ ഇങ്ങനെ വെട്ടി വെട്ടി നിൽക്കുകയാണ്. അതേ കണക്ക് തന്നെ പരസ്പരം സംഭാഷണം നടത്തുന്നത് കൊണ്ട് അധരത്തിൽ ഒളിപ്പിച്ചു വെച്ച അമൃത് ഊറിയെടുക്കുന്നതിന് സാധിക്കുന്നില്ല. അങ്ങനെ ആനന്ദാധിക്യത്താൽ രതിലീലകൾക്ക് ഭംഗം സംഭവിച്ചു എങ്കിലും രാധാകൃഷ്ണന്മാരുടെ സുരഥാരംഭം പ്രിയങ്കരമായി തീർന്നു. ഈ രതിക്രീഡ മംഗളമായി ഭവിക്കട്ടെ. ഇത് കേൾക്കുന്നവർക്കും മംഗളമുണ്ടാകട്ടെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ രാധാകൃഷ്ണന്മാരും നിങ്ങളും ഏറെ നാളായി കാത്തിരുന്ന രതിലീല ആരംഭിക്കാൻ പോവുകയാണ്. കൃഷ്ണന്റെയും രാധയുടെയും രതിലീല ഇതാ ആരംഭിക്കാൻ പോകുന്നു. രാധയും കൃഷ്ണനും പരസ്പരം വാരിപ്പുണർന്നു. അല്ലേ? വള്ളിക്കുടിലിൽ രാധാറാണി എത്തിയതോടുകൂടി കൃഷ്ണന്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. കൃഷ്ണൻ രാധാറാണിയെ വാരി പുണർന്നു. രാധാറാണി കൃഷ്ണനെ വാരി പുണർന്നു. കൃഷ്ണനും രാധയും വികാരത്താൽ പുളഞ്ഞു. രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്നു. അതുകൊണ്ട് ആലിംഗനം ചെയ്യുമ്പോൾ രോമങ്ങൾ കൊണ്ട് കയറിയിട്ട് ആലിംഗനത്തിന് തടസ്സം നേരിട്ടു. അതൊരു ആനന്ദത്തിന് ഭംഗം വന്നു എന്നാണ് കവി പറഞ്ഞത്. പക്ഷേ വിപരീതാർത്ഥം, യഥാർത്ഥത്തിൽ ഈ രോമങ്ങൾ എഴുന്നു നിൽക്കുകയും ആ രോമങ്ങൾ ശരീരത്തിൽ ഉരസുകയും ചെയ്യുന്നത് രതിലീലയിലെ സന്തോഷം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ രാധാറാണിക്ക് കൃഷ്ണന്റെ ചുണ്ടുകളിൽ ഒളിപ്പിച്ചു വെച്ച അമൃത് ഊറിയെടുക്കണം. കൃഷ്ണന് രാധാറാണിയുടെ ചുണ്ടുകളിൽ ഒളിപ്പിച്ചു വെച്ച അമൃത് ഊറിയെടുക്കണം. അങ്ങനെ കൃഷ്ണനും രാധാറാണിക്കും പരസ്പരം എന്ത് ചെയ്യണം? ആ അധരത്തിലെ ഒളിപ്പിച്ചു വെച്ച അമൃത് ഊറണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൃഷ്ണനും രാധാറാണിക്കും പരസ്പരം ചുണ്ടുകൾ ഊറിയെടുക്കണം. പക്ഷേ പ്രണയത്തിൻ്റെ ആധിക്യം വരുമ്പോൾ നമ്മൾ പരസ്പരം അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ കൊണ്ട് പുലമ്പും. ഇവിടെ കൃഷ്ണനും രാധാറാണിയും പരസ്പരം വാരി പുണർന്ന് കഴിഞ്ഞപ്പോൾ വികാരം കൊണ്ട് രാധാറാണി എൻ്റെ കണ്ണാ, എൻ്റെ കണ്ണാ, എൻ്റെ കണ്ണാ, കൃഷ്ണൻ രാധേ, എൻ്റെ രാധേ, എൻ്റെ മാത്രം രാധേ, അങ്ങനെ കിടന്ന് പറയുന്നത് കൊണ്ട് അധരങ്ങൾ ഊറാൻ വയ്യ. ഒരു സംഭാഷണം നടത്തുന്ന അവസരത്തിൽ ചുംബിക്കാൻ പോലും തടസ്സമാണ് സംഭാഷണം. അപ്പൊ ചുംബനവും നടക്കുന്നില്ല, അധരപാനവും നടക്കുന്നില്ല. അതാണ് പ്രശ്നം. ഓർമ്മിക്കുക, ചുംബനത്തിൻ്റെ 10,000 ഇരട്ടി രസകരമാണ് കാമലീലയില് അധരപാനം, ചുണ്ടുകൾ ഊറുന്നത്. ചുംബനത്തേക്കാൾ രതിസുഖം നൽകും അധരങ്ങൾ ഊറുന്നത്. ഇത് കേട്ടിട്ട് ഇത് ഇയാൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കളയല്ലേ എൻ്റെ പൊന്നെ. ഇതൊക്കെ ഋഷിമാർ എഴുതി വച്ചിരിക്കുന്നതാണ്, വാത്സ്യായന മുനി എഴുതി വച്ചിരിക്കുന്നതാണ്. അല്ലാതെ ഇത് കേട്ടുകൊണ്ടിരുന്ന് അല്ല ഇനി ഒരാൾ കൊള്ളാമല്ലോ, ഇയാൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ചിന്തിക്കല്ലേ പൊന്നെ. ഇതൊക്കെ മഹർഷിമാർ എഴുതി വച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? കൃഷ്ണനും രാധാറാണിക്കും പരസ്പരം എന്താണ് ചുംബിക്കാൻ പറ്റുന്നില്ല, അധരങ്ങൾ ഊറാൻ പറ്റുന്നില്ല. കാരണം വികാര ആധിക്യത്താൽ പരസ്പരം കെട്ടി പിണഞ്ഞ് പുളഞ്ഞുകൊണ്ട് എൻ്റെ കണ്ണ, എൻ്റെ കണ്ണ, എൻ്റെ മാത്രം കണ്ണ രാധേ, എൻ്റെ രാധേ, എൻ്റെ പൊന്നു രാധേ, എൻ്റെ പൊന്നു രാധേ, ഇങ്ങനെ കിടന്ന് പുലമ്പുന്നത് കൊണ്ടാണ് അത് സാധിക്കാത്തത്. അത് രതിലീലയ്ക്കൊരു തടസ്സമാണെന്ന് ജയദേവ കവി പറയുന്നത് വിപരീതാർത്ഥത്തിലാണ്. കാരണം ഇത്തരം ജൽപ്പനങ്ങളൊക്കെ രതിക്രീഡയുടെ മാസ്മരിക ശക്തി, സന്തോഷം, ആ രതിക്രീഡയുടെ ആനന്ദമൂർച്ച കൂട്ടത്തതേ ഉള്ളൂ. അതുമാത്രമോ, വികാരം കൊണ്ട് പുളയുന്ന കൃഷ്ണന്റെ മുഖഭാവം
കാണാൻ എന്തൊരാഗ്രഹമാണ് രാധാറാണിക്ക്. ശൃംഗാര രസത്താൽ വീർപ്പുമുട്ടുന്ന കൃഷ്ണന്റെ മുഖം കാണണം. അതുപോലെ കൃഷ്ണനും ശൃംഗാര രസത്താൽ വീർപ്പുമുട്ടുന്ന രാധാറാണിയുടെ മുഖഭാവം കാണണം. ഭയങ്കരമായ ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഇവകളിങ്ങനെ ചിമ്മി അണയുന്നു. അല്ലെങ്കിൽ രാധാറാണി എന്താണ് ആനന്ദ അതിരേകത്താൽ ആലിംഗനത്തിൽ നിന്ന് കെട്ടുന്ന സുഖത്താൽ കൃഷ്ണന്റെയും രാധയുടെയും കണ്ണുകൾ അറിയാതെ അടഞ്ഞു പോകുന്നു. അത് തുറക്കാൻ ശ്രമിച്ചാലും അല്പമാത്രമായി വീണ്ടും ഇവകൾ അടഞ്ഞു പോകുന്നു. അങ്ങനെ 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 കാമാധിക്യത്താൽ വികാരാധിക്യത്താൽ പരസ്പരം വാരി പുണർന്നപ്പോൾ കണ്ണുകളിങ്ങനെ ആനന്ദ അതിരേകത്താൽ കുമ്പിയപ്പോൾ അവർക്ക് പരസ്പരം അവരുടെ മുഖഭാവം പോലും കാണാൻ കഴിയുന്നില്ല. ആനന്ദത്തിന്റെ ആധിക്യത്തില് യഥാർത്ഥ രതിലീലയ്ക്ക് പോലും ഭംഗം വന്നിരിക്കുന്നു. ഓർമ്മിക്കുക, ഇവിടെ രതിലീല നടക്കുന്നത് വിപരീത രതിയാണ്. രാധാറാണി മുകളിലും കൃഷ്ണൻ താഴെയുമായിട്ട്. അതാണ് കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പൊ ആ രതിലീലയ്ക്ക് എങ്ങനെ ഭംഗം വന്നു? കൃഷ്ണന്റെ മുകളിൽ കയറിയ രാധാറാണി തന്റെ അരക്കെട്ട് ചലിപ്പിക്കുന്നു. പക്ഷെ കുറച്ചു നേരം അരക്കെട്ട് ചലിപ്പിക്കുമ്പോൾ രാധാറാണിക്ക് കൃഷ്ണനെ പ്രണയിക്കണമെന്ന് തോന്നും. അപ്പൊ ഒരു നിമിഷം അരക്കെട്ടിന്റെ ചലനം നിർത്തിയതിനു ശേഷം രാധാറാണി കൃഷ്ണന്റെ ചുണ്ടുകൾ ഊറിയെടുക്കും. കൃഷ്ണൻ രാധയുടെ ചുണ്ടുകൾ ഊറും. അവര് പരസ്പരം അധരപാനം ചെയ്യും. അപ്പോൾ കൃഷ്ണൻ വികാരാധിക്യത്താൽ സ്നേഹത്താൽ രാധേ 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 എന്ന് പുലമ്പും. രാധാറാണിയാകട്ടെ കൃഷ്ണ 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 എന്ന് പുലമ്പും. അപ്പോൾ യഥാർത്ഥ രതിലീലയ്ക്ക് ഭംഗം വന്നു എന്ന് ജയദേവ കവി പറയുന്നെങ്കിലും യാതൊന്നും പ്രണയിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് രതിലീല നടത്തുന്നവൻ മൂഢനാണെന്നാണ് ഋഷി പറയുന്നത്. രതിലീല ഒറ്റ ഇതിന് തീർക്കേണ്ടതല്ല, 2 മിനിറ്റ് കൊണ്ടും തീർക്കേണ്ടതല്ല രതിലീല. ആ രതിലീലയിൽ ഏർപ്പെടുമ്പോൾ അരക്കെട്ട് ചലിപ്പിക്കുമ്പോൾ അല്പം കഴിഞ്ഞത് നിർത്തിയിട്ട് പ്രണയിക്കണം. അങ്ങനെ പ്രണയവും കാമവും കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ അതിനെ ആത്മരതി എന്ന് വിളിക്കും. അല്ലാതെ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞത് കണക്ക് ആന കരിമ്പും തോട്ടത്തിൽ കയറി ചവിട്ടി മെതയ്ക്കുന്നത് പോലെ അങ്ങോട്ട് ചെന്ന് 1-2 മിനിറ്റിനുള്ളിൽ രതിലീല അവസാനിക്കുന്നത് വിഡ്ഢികളാണ്, കാമപ്രാന്തന്മാരാണ്. ഇവിടെ അതല്ല. പ്രണയത്തിന്റെ പരകോടിയും അതേ കണക്ക് വികാരത്തിന്റെ ശൃംഗാരത്തിന്റെ പരകോടിയും. പ്രണയം പ്ലസ് ശൃംഗാരം ഈക്വൽ ടു ആത്മരതി. ഇവിടെ രാധാകൃഷ്ണന്മാര് നടത്തുന്നത് ആത്മരതിയാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന മോശപ്പെട്ട സെക്സ് അല്ല. അങ്ങനെ വിചാരിക്കുന്നവന്റെ മനസ്സാണ് വൃത്തികെട്ടത്. ഇത് ആത്മാക്കള്, 2 ആത്മാക്കള് തമ്മിലുള്ള ആ ഇണചേരലാണ്. ഇങ്ങനെ രോമാഞ്ചവും കൺചിമ്മലും പ്രണയവാക്കുകൾ പറയുന്നതും ഒക്കെ തടസ്സമുണ്ടാക്കുന്നത് ഒഴിച്ചാൽ സുരതത്തിന്റെ ആരംഭം ഗംഭീരമായിരുന്നു എന്ന് ജയദേവ കവി പറയും. യഥാർത്ഥത്തിൽ ഇതെല്ലാം രതിലീലയുടെ ഭാഗമാണ്. കണ്ണു ചിമ്മുന്നതും അരക്കെട്ട് ചലനം നിർത്തി വീണ്ടും പ്രണയിക്കുന്നതും അതൊക്കെ രതിലീലയിലേക്ക് രതിമൂർച്ചയിലേക്ക് എത്താൻ സഹായിക്കും. അധരപാനങ്ങള്, ചുംബനങ്ങള്, ഇതൊക്കെ എന്താണ്? ഇംഗ്ലീഷിൽ ഇതിനെ സായിപ്പുമാര് ഫോപ്ലേ എന്ന് വിളിക്കും. ആ ഫോപ്ലേയേക്കാൾ എത്രയോ മുമ്പ് സായിപ്പ് ഈ പേര് കണ്ടുപിടിക്കുന്നതിന് എത്രയോ മുമ്പ് രാധയും കൃഷ്ണനും അത് ചെയ്തു കഴിഞ്ഞു. രൂപ ഗോസ്വാമി തന്റെ ഉജ്ജ്വല നീലാമണി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതിനെ സംപ്രയോഗ ലീല എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇതിനെ ഓർമ്മിക്കുക, രൂപ ഗോസ്വാമി ഒരു സന്യാസിയാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലാത്തുള്ള ഒരാളല്ല. അദ്ദേഹം മനസാ വാചാ കർമ്മണ സ്ത്രീകളെ ചിന്തിക്കാത്ത ആളാണ് പറഞ്ഞത്. സംപ്രയോഗ ലീല, 2 അണകൾ തമ്മിൽ, അതായത് സ്ത്രീ മുകളിലും പുരുഷൻ താഴെയുമായി കയറി നാഗങ്ങളെ പോലെ ചുറ്റിപ്പിണഞ്ഞുള്ള ഇണചേരൽ. അതാണ് ഈ അഷ്ടപതിയിൽ കൃഷ്ണനും രാധയും തമ്മിൽ നടത്തുന്നത്. പരസ്പരം പുലമ്പി, പരസ്പരം ആലിംഗനം ചെയ്ത്, പരസ്പരം ചുണ്ടുകൾ ഊറിക്കുടിച്ച്, പരസ്പരം ചുംബിച്ച്, അരക്കെട്ട് കുലുക്കി, അരക്കെട്ട് നിർത്തി, വീണ്ടും പ്രണയിച്ച് 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 ആത്മരതി, ആത്മരതി, ശുദ്ധരതി, ശുദ്ധരതി, പ്രണയത്തിന്റെ ഏറ്റവും ശുദ്ധമായ ഭാവം, പ്രണയത്തിന്റെ ഏറ്റവും ശുദ്ധമായ ഭാവം. ദോർഭ്യാം സംയമിത
പയോധര ഭരേണാപീഡിത പാണിജൈരാവിധോ ദശനൈ ശതാധര പുട ശ്രോണീ തടേനാഹത ഹസ്തേ നാനമിത കജേ അധരസുധാപാനേന സമ്മോഹിത കാന്ത കാമഭി തൃപ്തിമാപ തദഹോ കാമസ്യ വാമാഗതി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വരിയിലേക്ക് കടക്കാം. എന്താ അടുത്ത വരി? ദോർഭ്യാം സംയമിത പയോധര ഭരേണ പീഡിത പാണിജൈ രാവിദ്ധോ ദശനൈ ക്ഷതാ അധരപുട ശ്രോണീതടേനാഹത ഹസ്തേനാനമിത കചേ അധരസുധാപാനേന സമ്മോഹിത കാന്ത കാമപി തൃപ്തിമാപ തദഹോ കാമസ്യ വാമാഗതി. അപ്പൊ എന്താന്ന് നോക്കാം നമുക്ക്. ദോർഭ്യാം സംയമിത, അർത്ഥം കൈകളാൽ. അതിന്റെ അർത്ഥം എഴുതിക്കൊള്ളണം, കൈകളാൽ. കൈകളാൽ എന്നല്ല, കൈകളാൽ ദേഹത്തോട് ചേർത്ത് ബന്ധിക്കപ്പെട്ടു. കൈകളാൽ ദേഹത്തോട് ചേർത്ത് ബന്ധിക്കപ്പെടുകയും, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചു, ഇത്രയുള്ള അതിൻ്റെ അർത്ഥം, കെട്ടിപ്പിടിച്ചു. പയോധര ഭരണ, പയോധരം മാറിടം, ഭരണം ഭാരം, മാറിടത്തിൻ്റെ ഭാരത്താൽ പീഡിത മർദ്ദിക്കപ്പെടുകയും, പാണിജൈ, പാണിജൈ നഖങ്ങളാൽ, അവിദ്ധ മുറിവേൽക്കുകയും, ദശനൈ, ദശനൈ എന്ന് പറഞ്ഞ ദന്തങ്ങളാൽ, പല്ലുകളാൽ, പല്ലുകളാൽ, ക്ഷത, ക്ഷത മുറിവ്, അധരപുട അർദ്ധം ചുണ്ടുകളിൽ. അപ്പൊ ക്ഷത അധരപുട ചുണ്ടുകളിൽ മുറിവേൽപ്പിക്കപ്പെടുകയും, ശ്രോണീതടേ, ശ്രോണീതടം അരക്കെട്ട്, അരക്കെട്ട്, അരക്കെട്ടിനാൽ ആഹത ഇടിക്കപ്പെടുകയും, ആഹത ഇടിക്കപ്പെടുകയും, ഹസ്തേന അർദ്ധം കൈകളാൽ, ആനമിത കുനിക്കപ്പെട്ടവൻ, കജേ മുടിയിൽ, അധരസുധാപാനേന ചുണ്ട് ഊറിക്കുടിക്കുക, ചുണ്ട് ഊറിക്കുടിക്കുക, സമ്മോഹിത മോഹിപ്പിക്കപ്പെട്ട, കാന്തൻ ഭർത്താവ്, കാമപിത്യ കാമപിത്യപ്തിമാഭ അർത്ഥം വർണ്ണിക്കുവാനാവാത്ത തൃപ്തിയെ പ്രാപിച്ചു. കാമപിത്യപ്തി മാവ വർണ്ണിക്കാനാകാത്ത തൃപ്തിയെ പ്രാപിച്ചു. കാമസ്യ വാമാഗതി, കാമദേവന്റെ രീതി വിപരീതമുള്ളതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ ഈ ശ്ലോകത്തിന്റെ ഇത്? അർത്ഥങ്ങളൊക്കെ എഴുതിയല്ലോ, ഞാൻ ആശയം പറഞ്ഞു തരാം. രാധാറാണി തൻ്റെ കരങ്ങൾ കൊണ്ട് കൃഷ്ണനെ ബന്ധിച്ചിട്ട്, തൻ്റെ വലിയ മാറിടങ്ങൾ കൊണ്ട് കൃഷ്ണനെ മർദ്ദിച്ചിട്ടും, നഖങ്ങൾ കൊണ്ട് മാന്തിയിട്ടും, പല്ലുകൊണ്ട് കട്ടിച്ച്, ചുണ്ട് കട്ടിച്ച് പൊട്ടിച്ചിട്ടും, അരക്കെട്ട് കൊണ്ട് ശക്തമായി ഇടിക്കുകയും ചെയ്തിട്ടും, മുടിയിൽ പിടിച്ചു വലിച്ചിട്ടും, അധരത്തിലെ അമൃത് വലിച്ചു കുടിച്ച് ഒടുവിൽ കൃഷ്ണൻ മോഹാലസ്യപ്പെട്ടു വീണിട്ടും പ്രിയതമനായ കൃഷ്ണൻ പറയാനാകാത്ത സന്തോഷം അനുഭവിച്ചു. ആശ്ചര്യം. കാരണം ഇങ്ങനെ ഉപദ്രവിച്ചിട്ടും ആനന്ദമാണല്ലോ അനുഭവിക്കുന്നത്. സാധാരണ ഇങ്ങനെ ഇടിക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് വേദനയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ രാധാറാണി ഇതൊക്കെ ചെയ്തിട്ടും കൃഷ്ണൻ ആനന്ദമുണ്ടായി. ഈ കാമദേവന്റെ ഗതി നേരെ വിപരീതമാണ്. എല്ലാവരും വേദനിക്കുന്നത് കാമദേവന് ആനന്ദകരമായി, വിപരീതമാണ് എല്ലാം കാമദേവന്, അല്ലെ? ഇടിക്കുകയും കട്ടിക്കുകയും നഖം കൊണ്ട് പോറുകയും ഒക്കെ ചെയ്താൽ മനുഷ്യന് വേദനിക്കും. പക്ഷെ രതിലീലയിൽ ഇത് തിരിച്ചാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ വിശദീകരിച്ചു തരാം.
നമ്മൾ ആദ്യമേ പറഞ്ഞു ഇത് വിപരീത രതിയാണ്, കൃഷ്ണന് പ്രിയപ്പെട്ട വിപരീത രതി. അപ്പൊ രാധാജി കൃഷ്ണന്റെ മുകളിൽ കയറിയിട്ട് രാധാജി തൻ്റെ കൈകൾ രണ്ടും ഇങ്ങനെ ആ കിടക്കയിൽ ഇങ്ങനെ ഊന്നിയിട്ട് കൃഷ്ണനെ എന്ത് ചെയ്യുകയാണ്? രാധാജി തൻ്റെ കരങ്ങൾ കൊണ്ട് കിടക്കയിൽ ഊതുകയല്ല, ആദ്യം പറഞ്ഞിരിക്കുന്നത് രാധാജി കൃഷ്ണന്റെ മുകളിൽ കയറി കിടന്നതിന് ശേഷം തൻ്റെ കൈകൾ കൊണ്ട് കൃഷ്ണനെ ദേഹം മുഴുവൻ അങ്ങ് തലോടിയിട്ട് കൃഷ്ണനെ അങ്ങനെ കെട്ടിപ്പിടിച്ചു രാധാറാണി പലതവണ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക, കൃഷ്ണന്റെ മുകളിൽ കിടക്കുന്ന രാധാറാണി കൈകൾ കൊണ്ട് കൃഷ്ണനെ തലോടി പുണർന്ന് ബന്ധിക്കുകയാണെന്ന് പറഞ്ഞാൽ കൃഷ്ണനെ ദേഹം മുഴുവൻ തലോടി കൃഷ്ണനെ കെട്ടിപ്പിടിച്ചിട്ട് രാധാറാണി പിന്നെന്ത് ചെയ്തെന്നറിയാമോ? രാധാറാണിയുടെ മാറിടങ്ങൾ വളരെ വലുതാണ്. ആ മാറിടമെടുത്ത് കൃഷ്ണനെ മർദ്ദിച്ചു. ആ മാറിടം വെച്ച് കൃഷ്ണന്റെ നെഞ്ചത്താട്ടിച്ചു എന്നാണ് ജയദേവ കവി പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ പറഞ്ഞു വിപരീത രതിയാണ്, രാധാറാണി മുകളിലാണ്. അപ്പൊ രാധാറാണി എന്തു ചെയ്യുന്നു? തൻ്റെ കൈകൾ രണ്ടും കിടക്കയിൽ ഊന്നിയിട്ട് തൻ്റെ അരക്കെട്ടിളക്കാൻ തുടങ്ങി. ആ അരക്കെട്ടിങ്ങനെ ചലിപ്പിക്കുമ്പോൾ, അരക്കെട്ട് താഴേക്ക് വരുമ്പോൾ രാധാറാണിയുടെ മാറിടം കൃഷ്ണന്റെ നെഞ്ചിലിടിക്കും. അരക്കെട്ട് മുകളിലേക്ക് പോകുമ്പോൾ ആ മാറിടം ഉയരും. വീണ്ടും അരക്കെട്ട് താഴേക്ക് വരുമ്പോൾ മാറിടം നെഞ്ചിലിടിക്കും. അങ്ങനെ രാധാറാണി അരക്കെട്ട് ചലിപ്പിക്കുമ്പോൾ രാധാറാണിയുടെ ഭാരമുള്ള മാറിടം കൃഷ്ണന്റെ നെഞ്ചിൽ വന്ന് തട്ടുന്നതിനെയാണ് കവി പറയുന്നത് രാധാറാണി മാറിടം വെച്ച് കൃഷ്ണന്റെ നെഞ്ചിനെ മർദ്ദിക്കുന്നു എന്ന്. എന്നിട്ട് തീർന്നില്ല, രാധാറാണി പ്രണയത്തിന്റെ തീഷ്ണതയിൽ തിളച്ചു മാറിയുകയാണ്. അരക്കെട്ടിളക്കി മാറിടം കൃഷ്ണന്റെ നെഞ്ചിൽ ഇടിച്ച് നഖങ്ങൾ കൊണ്ട് കണ്ണനെ പോറലേൽപ്പിച്ചു. കൃഷ്ണന്റെ ശരീരത്ത് രാധാറാണി നഖങ്ങൾ കൊണ്ട് പോറലേൽപ്പിച്ചു. അങ്ങനെ നഖക്ഷതങ്ങൾ ഉണ്ടായി കൃഷ്ണന്. അതോടൊപ്പം തന്നെ രാധാറാണി തൻ്റെ അരക്കെട്ട് കുലുക്കുകയും അരക്കെട്ട് കുലുക്കുന്നതിനോടൊപ്പം കൃഷ്ണന്റെ ചുണ്ടുകൾ കാട്ടിച്ചു മുറിക്കുകയും ചെയ്തു. വികാര ആവേശത്തിൽ രാധാറാണി അരക്കെട്ട് ചലിപ്പിക്കുമ്പോൾ ഓർക്കുക, മാറിടം വന്ന് നെഞ്ചിലിടിക്കുന്നു, കൈയുടെ നഖം വന്ന് ദേഹത്ത് മാന്തുന്നു, പല്ലുകൾ കൊണ്ട് കൃഷ്ണന്റെ ചുണ്ടുകൾ കാട്ടിച്ചു മുറിക്കുകയാണ്. എന്നിട്ട് രാധാറാണി അരക്കെട്ട് കൊണ്ട് കൃഷ്ണനെ കഠിനമായി ഇടിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് കവി. അവിടെ കവി വ്യക്തമാക്കുകയാണ്, ഇവിടെ നടക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല, വിപരീത രതി തന്നെയാണ്. കാരണം അരക്കെട്ട് കൊണ്ട് ഇടിക്കണമെങ്കിൽ ആ ഇടിക്കുന്ന ആള് മുകളിലും ഇടി കൊള്ളുന്ന ആള് താഴെയുമായിരിക്കണം. മനസ്സിലായ? അപ്പൊ ഇവിടെ എന്താണ് ജയദേവ കവി വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെ രാധാറാണി കൃഷ്ണന്റെ മുകളിൽ കിടന്ന് അരക്കെട്ട് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നതിനെയാണ് കവി മർദ്ദനം എന്ന് പറയുന്നത്. എന്നിട്ടോ രാധാറാണി വികാരത്തിന്റെ കൊടുമുടിയിലെത്തി കൃഷ്ണന്റെ മുടിയിൽ പിടിച്ചു വലിക്കുകയാണ്. കണ്ണ, എൻ്റെ കണ്ണ, രാധയുടെ കണ്ണ, തലമുടിയിൽ പിടിച്ചു വലിക്കുകയാണ് രാധാറാണി. അതിനുശേഷം രാധാറാണി എന്തു ചെയ്യുന്നു? അപ്പൊ ഓർമ്മിക്കുക, രാധാറാണി കൈകൾ കൊണ്ട് കൃഷ്ണനെ തലോടി അരക്കെട്ട് ചലിപ്പിക്കുന്നതിനനുസരിച്ച് വലിയ മാറിടങ്ങൾ കൊണ്ട് കൃഷ്ണന്റെ നെഞ്ചത്ത് മർദ്ദിക്കുകയും നഖങ്ങൾ കൊണ്ട് പോറലേൽപ്പിക്കുകയും അതോടൊപ്പം കൃഷ്ണന്റെ ചുണ്ട് കാട്ടിച്ചു മുറിക്കുകയും അരക്കെട്ട് അതിവേഗത്തിൽ ഉയർത്തുകയും താഴ്ത്തുകയും
വികാരം കൊണ്ട് പൊളഞ്ഞ കണ്ണന്റെ പേര് വിളിച്ചു മുടിയിൽ പിടിച്ചു വലിക്കുകയും അധരത്തിലെ അമൃത് ഊറ്റിയെടുക്കുകയും ചെയ്യുന്നു. രാധാറാണി തൻ്റെ ചുണ്ടുകൾ കൊണ്ട് കൃഷ്ണന്റെ അധരങ്ങളെ തൻ്റെ ചുണ്ടുകൾക്കിടയിലാക്കിയിട്ട് രാധാറാണി എന്തു ചെയ്യുകയാണ്? അമൃത് പാനം ചെയ്യുന്നത് പോലെ കൃഷ്ണന്റെ ചുണ്ട് വലിച്ചു 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 കുടിക്കുകയാണ്. ആ സമയത്ത് രാധാറാണിയുടെ അരക്കെട്ടിന്റെ മർദ്ദനമേറ്റ് അധരത്തിന്റെ കടിയേറ്റ് മുടി പിടിച്ചു വലിക്കപ്പെട്ട് കൃഷ്ണൻ മോഹാലസ്യനായി തീർന്നു. എന്നിട്ടും കൃഷ്ണൻ എന്തൊരു സന്തോഷം, ആശ്ചര്യം! ഇങ്ങനെ ഉപദ്രവിച്ചിട്ടും ആനന്ദമാണല്ലോ. അതാണ് കാമത്തിന്റെ പ്രത്യേകത. സാധാരണഗതിയിൽ നമ്മുടെ ചുണ്ടിൽ കടിച്ചാൽ നമുക്ക് വേദനയെടുക്കും, ദേഷ്യം വരും. മുടി പിടിച്ചു വലിച്ചാൽ നമുക്ക് വേദനയെടുക്കും, നമുക്ക് ദേഷ്യം വരും. അതേ കണക്ക് തന്നെ ചുണ്ട് ഊരിയാൽ നമുക്ക് ദേഷ്യം വരും, കടിച്ചാൽ നമുക്ക് ദേഷ്യം വരും, നഖക്ഷതമേറ്റാൽ നമുക്ക് ദേഷ്യം വരും. പക്ഷെ കാമത്തിലോ നഖക്ഷതമേറ്റാൽ ആനന്ദം, മുടി പിടിച്ചു വലിച്ചാൽ ആനന്ദം, മാറിടങ്ങൾ കൊണ്ട് മർദ്ദിച്ചാൽ ആനന്ദം, അരക്കെട്ട് കൊണ്ട് ഇടിച്ചാൽ ആനന്ദം. കാമദേവന്റെ ഗതി വിപരീതമാണെന്ന് ഇതുകൊണ്ട് പറയുന്നു. അതേ രാധാകൃഷ്ണ ലീല തുടങ്ങിക്കഴിഞ്ഞു. രാധാകൃഷ്ണ രതിലീല തുടങ്ങിക്കഴിഞ്ഞു. കൈകൾ കൊണ്ട് കൃഷ്ണനെ തലോടി, കൈകൾ കിടക്കയിലൂന്നി രാധാറാണി അതിവേഗം മുകളിലേക്കും താഴേക്കും തന്റെ അരക്കെട്ട് ചലിപ്പിക്കുമ്പം മാറിടം വന്ന് കൃഷ്ണന്റെ നെഞ്ചിൽ ഇടിച്ചിട്ട് ആ തീഷ്ണതയിൽ രാധാറാണി കൃഷ്ണനെ നഖം കൊണ്ട് മാന്തി പറിക്കുകയാണ്. എന്നിട്ട് അരക്കെട്ട് കുലുക്കുന്ന അതേ വേഗത്തിൽ കണ്ണന്റെ ചുണ്ടുകൾ കടിച്ചു മുറിച്ച് അരക്കെട്ട് കൊണ്ട് കൃഷ്ണനെ കഠിനമായി ഇടിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ വികാര ആവേശത്തിൽ കൃഷ്ണന്റെ തലമുടി പിടിച്ചു വാരിച്ച് ആധരത്തിലെ അമൃത് ഊറി 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 എടുത്ത് അങ്ങനെ രാധാറാണിയുടെ അരക്കെട്ടിന്റെ ഇടിയേറ്റ് അധരത്തിന്റെ കടിയേറ്റ് മുടി പിടിച്ചു വലിക്കപ്പെട്ട് കൃഷ്ണൻ മോഹാലസ്യനായി മാറി, മോഹാലസ്യനായി കിടക്കുന്നു. രാധാറാണി കൃഷ്ണന്റെ നെഞ്ചത്തും. പക്ഷേ ഇത്രയും മർദ്ദനമേറ്റിട്ടും ഇത്രയും നഖക്ഷതമേറ്റിട്ടും മുടി പിരിച്ചു വലിച്ചിട്ടും കണ്ണൻ ആനന്ദം, കണ്ണന് പരമാനന്ദം. ഈ പരമാനന്ദം ആരാണോ കേൾക്കുന്നത് അവര് ജന്മജന്മാന്തരങ്ങളിലെ പുണ്യം ചെയ്തവർ. കൃഷ്ണന്റെ ഈ ലീല ആരാണോ കേൾക്കുന്നത് അവര് ജന്മജന്മാന്തരങ്ങളിലെ പുണ്യം ചെയ്തവർ. കാരണം കൃഷ്ണൻ ഇത് കേൾക്കാൻ എന്തൊരിഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഗുരുവായൂർ അമ്പലത്തിൽ നാരായണിയൊക്കെ എടുത്ത് മാറ്റിവെക്കാൻ പറഞ്ഞ്, ഭാഗവതം എടുത്ത് മാറ്റിവെക്കാൻ പറഞ്ഞ്, വാ രാധാകൃഷ്ണ രതിലീല പാടാൻ വാ, അഷ്ടപതിയായി വാ എൻ്റെ ജയദേവ കവി. ഞാനും രാധയും തമ്മിൽ രതിലീല വർണ്ണിച്ചത് പാടൂ, ദീപാരാധനയ്ക്ക് നടയടയ്ക്കുമ്പം പാടൂ, ഞങ്ങളുടെ രതിലീലകൾ പാടൂ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.